എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ശുഭചിന്ത. ബ്രഹ്മാനന്ദം എന്ന വാക്കിന് അർത്ഥം കൊടുക്കുക, അതിനെ മനസ്സിലാക്കുക എന്നിവ വളരെ യജ്ഞകരമായ സംഗതികളാണ്. എങ്കിലും ആ വാക്കിനെ നമുക്ക് നമ്മുടെ മാനസിക തലത്തിനെ ഉയർത്തി ഊർജ്ജസ്വലമാക്കാനുള്ള ഒരു ഉപാധിയായി തിരഞ്ഞെടുക്കാം. ഒന്നുമില്ലാത്തതായ അല്ലെങ്കിൽ എല്ലാം ഉള്ളതായ ബ്രഹ്മത്തിൽ അതിൽ നിന്നും അനുഭവിക്കാൻ കഴിയുന്ന ആനന്ദത്തെ എങ്ങനെ നാം വിലയിരുത്തും? എങ്ങനെ അതിൻ്റെ മേന്മ നമ്മൾ തിരിച്ചറിയും? നമുക്ക് അറിയാത്തതും നാം എന്നും ആഗ്രഹിക്കുന്നതുമായ ആ പരംപൊരുളിൻ്റെ ഊർജ സ്വഭാവമാണ് ബ്രഹ്മം. കാണാൻ കഴിയാത്തതും കാഴ്ചയ്ക്കാധാരമായതും, കേൾക്കാൻ കഴിയാത്തതും കേൾവിക്കാധാരമായതും, സ്പർശിക്കാൻ കഴിയാത്തതും സ്പർശന സുഖത്തിന് ആധാരമായതും, സ്വാദില്ലാത്തതും സ്വാദിനാധാരമായി വിലസുന്നതും, ഗന്ധമില്ലാത്തതും ഗന്ധങ്ങൾക്ക് ആധാരമായതും ആയ ആ ബ്രഹ്മത്തെ നാം എങ്ങനെ വിലയിരുത്തും എന്നല്ലേ നമ്മുടെ സംശയം. സംശയം തന്നെയാണ് ബ്രഹ്മാനന്ദം അനുഭവിക്കുന്നതിന് തടസ്സം നിൽക്കുന്ന പ്രധാന ശത്രുവും. ആനന്ദത്തെ നമുക്ക് സംശയാതീതമായി വിശ്വസിക്കാം. അതിലൂടെ നമുക്ക് ലഭിക്കാൻ പോകുന്ന ആനന്ദാതിരേകത്തെ നമ്മിലേക്ക് ആകർഷിക്കാം. നമുക്കതിന് കഴിയും. കഴിവിനെ വിനിയോഗിക്കുകയല്ലേ വേണ്ടത്. എല്ലാവർക്കും നന്മകൾ ഉണ്ടാകട്ടെ. എല്ലാവർക്കും ജീവിത വിജയം ഉണ്ടാകട്ടെ. നന്ദി, നമസ്കാരം.